ഹായ്, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു നല്ല വിധി വന്നു. അതായത് താൽക്കാലിക വി സിമാരെ നിയമിക്കുന്നതിൽ ഒറ്റയ്ക്ക് ഗവർണർക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. 3 പേരുടെ പാനൽ നിയമിക്കണം. മാത്രമല്ല, അങ്ങനെ വന്നാലും 6 മാസം മാത്രമേ താൽക്കാലിക വി സിമാർക്ക് തുടരാൻ കഴിയൂ. സത്യം പറഞ്ഞാൽ നല്ലൊരു വിധിയാണെന്ന് പറയാൻ കഴിയും. വിദ്യാർത്ഥികളുടെ താല്പര്യമല്ല ഈ താൽക്കാലിക വി സിമാരെ നിയമിക്കുന്നതിലുള്ള കാര്യങ്ങളിൽ ഉണ്ടായത് എന്നുള്ളതാണ്. അക്കാഡമിക് എക്സലൻസ് ഉള്ള വൈസ് ചാൻസലർമാരെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ വരട്ടെ. ഇപ്പോൾ ഒന്നോ രണ്ടോ യൂണിവേഴ്സിറ്റി ഒഴിച്ച്, ഒരു യൂണിവേഴ്സിറ്റി ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അഡ്വോക്ക് വി സിമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അഡ്വോക്ക് പരിപാടിക്ക് ഒരു അവസാനം വരട്ടെ. അക്കാഡമിക് താല്പര്യമുള്ള, അക്കാഡമിക് മികവുള്ള വൈസ് ചാൻസലർമാർ വരട്ടെ. കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്ന വൈസ് ചാൻസലേഴ്സ് യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് വരട്ടെ. അതിന് ഈ വിധി ആധാരമാകും എന്നാണ് നമ്മുടെ വിശ്വാസം. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, തിരുവനന്തപുരത്ത് ആർ ശ്രീജിത്ത് നമുക്കിപ്പം തത്സമയം ചേരുകയാണ്. സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റൽ എളുപ്പമാകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. PCR നമുക്ക് വായിക്കത്തക്കതുപോലെ നിങ്ങൾ പ്രോംപ്റ്റർ ക്രമീകരിക്കുക. 25 സെൻറ്റ് ഭൂമി വരെയുള്ള തരംമാറ്റൽ അപേക്ഷകളിൽ സ്ഥലം കാണാതെ തീരുമാനമെടുക്കാൻ അനുമതിയുണ്ട്. അപേക്ഷകരുടെ അദാലത്ത് നടത്തി സത്യവാങ്മൂലം വാങ്ങി അപ്പോൾ തന്നെ അനുമതി നൽകാം. പിന്നീടുള്ള പരിശോധനയിൽ അപേക്ഷ തെറ്റാണെന്ന് തെളിഞ്ഞാൽ അനുമതി റദ്ദാക്കുകയും ചെയ്യാം. റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ പുതിയ മാർഗരേഖയിലാണ് ഈ നിർദ്ദേശം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. SKN, ഗുഡ് ഈവനിങ്. ഇന്ന് പ്രൈം ടൈമിൽ നമ്മൾ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, സംസ്ഥാനത്ത് ഭൂമിയുടെ തരംമാറ്റൽ അപേക്ഷകളിൽ തീരുമാനമെടുക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുന്നു എന്നാണ്. സാധാരണ ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ നൽകിയാൽ, ഭൂമി തരംമാറ്റൽ എന്ന് പറഞ്ഞാൽ വയൽഭൂമി വീടോ മറ്റോ വെക്കാനായി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷകളാണ് റവന്യൂ അധികാരികൾക്ക് നൽകുന്നത്. എന്നാൽ ഈ അപേക്ഷകളിൽ തീരുമാനം എടുക്കാൻ, അനുമതി ലഭിക്കാൻ ധാരാളം സമയമെടുക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിനുവേണ്ടി അത് ഒഴിവാക്കുന്നതിന് വേണ്ടി റവന്യൂ മന്ത്രി കെ രാജൻ്റെ മുൻകൈയിൽ ഒരു പ്രത്യേക മാർഗരേഖ പുറത്തിറക്കുകയാണ്. ഈ മാർഗരേഖയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് എവിടെയാണെങ്കിലും 25 സെൻറ്റ് വരെയുള്ള ഭൂമി തരം മാറ്റുന്നതിനുള്ള അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് ഈ വില്ലേജ് ഓഫീസർ സ്ഥലം നേരിട്ട് സന്ദർശിക്കാതെ തന്നെ തീരുമാനമെടുക്കാം, അനുമതി നൽകാം എന്നുള്ളതാണ്. അതിനുവേണ്ടി സംസ്ഥാനത്ത് ലഭിച്ചിരിക്കുന്ന അപേക്ഷകളെല്ലാം ഓരോ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ വേർതിരിക്കും. ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാർക്ക് സീനിയോറിറ്റി നോക്കാതെ തന്നെ അപേക്ഷകൾ അയച്ചു കൊടുക്കും. ഈ അപേക്ഷകൾ നോക്കി ഒരു അദാലത്ത് വില്ലേജ് ഓഫീസർമാർ സംഘടിപ്പിക്കണം. ആ അദാലത്തിൽ വെച്ച് ബന്ധപ്പെട്ട അപേക്ഷകളിൽ നിന്ന് ഒരു സത്യവാങ്മൂലം എഴുതി വാങ്ങി അപ്പോൾ തന്നെ ഭൂമി തരം മാറ്റലിന് അനുമതി നൽകാം എന്നതാണ് ഇപ്പോൾ പുറത്തിറക്കാൻ പോകുന്ന മാർഗരേഖയിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം. ഇതോടുകൂടി സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്ന വലിയ തോതിലുള്ള അപേക്ഷകൾ വലിയ തോതിൽ തീർപ്പാക്കാൻ കഴിയും. ഇപ്പോൾ 3 ലക്ഷത്തിൽ പരം അപേക്ഷകളാണ് തീർപ്പാക്കാൻ കിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുമെന്നാണ് റവന്യൂ വകുപ്പിൻ്റെ പ്രതീക്ഷ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു തീരുമാനമെന്ന നിലയിൽ അത് പരക്കെ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. സർവകലാശാലകളിൽ താൽക്കാലിക വി സി നിയമനത്തിൽ ഗവർണർക്ക് വീണ്ടും തിരിച്ചടിയേറ്റു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനം നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരെ ഗവർണർ നൽകിയ അപ്പീലാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞത്. താൽക്കാലിക വി സിമാരുടെ സമയപരിധി 6 മാസമായി കുറയ്ക്കണമെന്നും സ്ഥിരം വി സിമാരെ നിയമിക്കണമെന്നും കോടതി സർക്കാരും ചാൻസലർക്കും നിർദ്ദേശം നൽകി. എന്തായാലും ഈ കോടതി ഇടപെടുന്നതുവരെ ഈ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നില്ല എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. കേരളത്തിലെ മിക്ക സർവകലാശാലകളിലും താൽക്കാലിക കക്ഷികളെ കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നു. തൽക്കാല പൂജ മതി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതിന് എതിരായിട്ടുള്ള വലിയൊരു കടുത്ത വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. ഇനിയെങ്കിലും ഗവർണറും സൽബുദ്ധി കാണിച്ച് അക്കാഡമിക് മികവുള്ള വൈസ് ചാൻസലർമാരെ നിയമിച്ച് ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിയൊക്കെ നേരെയാക്കട്ടെ. താൽക്കാലിക വി സി നിയമനം സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. ഇത് ചോദ്യം ചെയ്താണ് ഗവർണർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. നേരിട്ടത് വലിയ തിരിച്ചടി. ഡോക്ടർ സിസ തോമസിനും ഡോക്ടർ കെ പ്രസാദിനും സ്ഥാനമൊഴിയേണ്ടി വരും. ചാൻസലർക്ക് സർവകലാശാലകളിൽ അധികാരമുണ്ട്. എന്നാൽ സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച്
തീരുമാനമെടുക്കാനാകില്ല. വിസിമാരെ നിയമിക്കുമ്പോൾ ഒറ്റ പേരിലേക്ക് ചുരുങ്ങാതെ 3 പേരെങ്കിലും പരിഗണിക്കുന്നതാണ് നിയമപരമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. സ്ഥിരം വിസി നിയമനത്തിലെ കാലതാമസം സർവകലാശാല നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സ്ഥിരം വിസി നിയമനത്തിൽ കാലതാമസം ഉണ്ടാകരുതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PV ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുടെ അപ്പീൽ തള്ളിയ ഹൈക്കോടതി വിധി സർക്കാരിന് വിജയമാണ്. താൽക്കാലിക വിസിയുടെ കാലാവധി 6 മാസമായി പരിമിതപ്പെടുത്തുകയും സ്ഥിരം വിസി നിയമനം വേണമെന്ന നിർദ്ദേശം നൽകുകൂടി ചെയ്തപ്പോൾ സർക്കാരിൻ്റെ വിജയം പൂർണ്ണമായി. അപ്പീൽ തള്ളിയതോടെ ഗവർണറുടെ അടുത്ത നീക്കം എന്താണെന്നാണ് ആകാംക്ഷയോടെ കലാശാലകൾ കാത്തിരിക്കുന്നത്. ഗവർണറുടെ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിന് രാഷ്ട്രീയവും ഭരണപരവുമായ മാനങ്ങളുണ്ട്. വിധി വന്നതോടെ സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക വിസി നിയമനങ്ങൾ അസാധുവായി. സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ K ശിവപ്രസാദും ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസും വിസിമാർ അല്ലാതായി കഴിഞ്ഞു. ഇത് സർക്കാർ ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന നടപടിയാണ്. സർക്കാർ നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്ന് തന്നെ താൽക്കാലിക വിസിമാരെ നിയമിക്കണമെന്ന കോടതി ഉത്തരവ് പുതിയ നടപടികളിലേക്ക് നീങ്ങാൻ സർക്കാരിനെ സഹായിക്കും. വിസിമാരുടെ നിയമനത്തെ സംബന്ധിച്ചുള്ള ഒരു ശ്രദ്ധേയമായ വിധിയായിട്ട് വേണം ഇതിനെ കാണാൻ. അതിനനുസൃതമായി തന്നെ അടിയന്തരമായി പുതിയ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിൽ നിന്ന് വരും. അതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ ചാൻസലർ തയ്യാറാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താൽക്കാലിക വിസി നിയമനം സംബന്ധിച്ച് സർക്കാർ ഉന്നയിച്ച വാദങ്ങൾ കോടതിയും ശരിവെച്ചത് രാഷ്ട്രീയ വിജയമാണ്. തുടർ പോരാട്ടത്തിൽ ഈ വിധി ഉയർത്തിക്കാട്ടാനാകും. ഗവർണർ നടത്തിയ നിയമവിരുദ്ധമായ നടപടി കോടതി തള്ളിയിരിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ് നിരന്തരം ലഭ്യമാകുന്ന കോടതി വിധികൾ സൂചിപ്പിക്കുന്നത്. ഹൈക്കോടതി വിധിയോടുള്ള പ്രതികരണത്തിൽ സർക്കാരിനെയും ഗവർണറെയും ഒരുപോലെ വിമർശിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇതുപോലെ കുളമായ ഒരു കാലഘട്ടം ഉണ്ടാവില്ല. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി ഗവർണറും സർക്കാരുമാണ്. ഇവർക്കാർക്കും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ താല്പര്യമില്ല. ഡിവിഷൻ ബെഞ്ച് വിധിയോട് രാജ്ഭവൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24, തിരുവനന്തപുരം. നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധിയിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ. സർവകലാശാലയിലെ SFI പ്രതിഷേധത്തെ തള്ളിയ വൈസ് ചാൻസലർ രജിസ്ട്രാർക്കും സിൻഡിക്കേറ്റിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഭരണ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ SFIയും UDF സെനറ്റ് അംഗങ്ങളും സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ഫയലുകൾ പോലും ഒപ്പിടാതെ സർവകലാശാലയെ VC നിശ്ചലാവസ്ഥയിലേക്ക് നയിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് തൃശൂരിൽ ചാൻസലർ കൂടിയായ ഗവർണറുമായി മോഹനൻ കുന്നുമേലിന്റെ കൂടിക്കാഴ്ച. സർവകലാശാലയിലെ അസാധാരണ പ്രതിസന്ധി VC ഗവർണറെ ധരിപ്പിച്ചു. ഉചിതമായ നടപടിയുണ്ടാകുമെന്ന മറുപടി ലഭിച്ചെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോഹനൻ കുന്നുമേൽ പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ യൂണിവേഴ്സിറ്റിയെ ഇങ്ങനെ നശിപ്പിക്കാൻ ഒരു സംഘം ആളുകൾ ശ്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഞാൻ ആ കാര്യങ്ങൾ ഗവർണർ സാറെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് മുഴുവൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും സംസ്ഥാനത്തിന്റെ ഭരണ അധിപൻ എന്ന നിലയിൽ അദ്ദേഹം യുക്തമായ തീരുമാനമെടുക്കും എന്നാണ് എൻ്റെ വിചാരം. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി അസാധുവാണെന്ന് ആവർത്തിച്ച വൈസ് ചാൻസലർ അതിനു മുകളിലാണ് തന്റെ അധികാരമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കുട്ടികളുടെ 2500 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ഫയലുകൾ കെട്ടിക്കിടക്കുകയാണെന്ന വാർത്തയും VC നിഷേധിച്ചു. 500ഓളം സർട്ടിഫിക്കറ്റുകൾ മാത്രമാണുള്ളതെന്നാണ് വിശദീകരണം. ഫയലുകൾ തനിക്ക് ലഭിക്കാതെ തടഞ്ഞുവെക്കുകയാണെന്നും മോഹനൻ കുന്നുമേൽ ആരോപിച്ചു. 2 ആഴ്ചയായി സർവകലാശാലയിൽ എത്താത്തത് ഭീഷണി മൂലമാണെന്നും മോഹനൻ കുന്നുമേൽ വിശദീകരിച്ചു. വലിയൊരു സംഘം വിദ്യാർത്ഥികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ അവിടെ കലാപം അഴിച്ചുവിട്ടിരിക്കുന്നത് DYFIക്കാരെന്നാണ് പറയപ്പെടുന്നത്. ആരാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്നിട്ട് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി 100 പോലീസുകാർ അവരുടെ ചുറ്റും നിൽക്കുക. എന്നിട്ട് എന്താണ് VC അങ്ങോട്ട് വരാത്തതെന്നാണ് ചോദിക്കുന്നത്. VCക്ക് അങ്ങോട്ട് വരുന്നതിന് പേടിയൊന്നുമില്ല. VCക്ക് സർവകലാശാല നിയമങ്ങളെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ മറുപടി. സിൻഡിക്കേറ്റിന് ഒരു അഡ്വൈസറി ബോർഡായിട്ടാണ് വൈസ് ചാൻസലർ കാണുന്നത്. ആദ്യം അദ്ദേഹത്തിന് ഈ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും എന്താണെന്ന് അറിയില്ല. അതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ല. അദ്ദേഹം പറയുന്നത് സിൻഡിക്കേറ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന്. ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഭരണസമ്മേളനത്തിനെതിരെ UDF സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളും ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തി. VCക്കെതിരെ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. ഉത്തരം പറയാൻ SFIക്കാരുടെ മുന്നിൽ വരാൻ ധൈര്യമുണ്ടോ എന്ന് മോഹനൻ കുന്നുമലിനോട് RSSകാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതിനിടെ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ നിയമനം ചട്ടവിരുദ്ധമാണെന്ന സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ആരോപണം സർവകലാശാല തള്ളി. ഡെപ്യൂട്ടേഷനല്ല, സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള നേരിട്ടുള്ള നിയമനമാണ് നടത്തിയതെന്ന് വ്യക്തമാക്കുന്ന രേഖയും പുറത്തുവിട്ടു. 24, തിരുവനന്തപുരം.
വൈസ് ചാൻസലർ തിരുവനന്തപുരത്ത് തൃശ്ശൂർ ഡോക്ടർ മോഹൻ കുന്നുമൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ 2000 സർട്ടിഫിക്കറ്റിൽ 500 സർട്ടിഫിക്കറ്റിൽ മാത്രമേ ഒപ്പിടാൻ ബാക്കിയാകുന്നുള്ളൂ എന്ന് പറയുന്നത് കുറച്ച് കടന്നുപോയി. 500 വിദ്യാർത്ഥികളുടെ ജീവനാണ് ആ 500 സർട്ടിഫിക്കറ്റിലുള്ളത്. അത് ഒപ്പിടാൻ പറ്റാത്തൊരു സാഹചര്യം ഒരു വലിയ പാരമ്പര്യമുള്ള കലാശാല എന്നുള്ള നിലയിൽ കേരള സർവകലാശാലയിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമുക്ക് നീതീകരിക്കാൻ കഴിയുക? ഒരാളിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും അത് നീതീകരിക്കാൻ കഴിയൂ. ഒരാളുടെ വിദ്യാഭ്യാസം, അയാളുടെ തുടർ ജോലി അല്ലെങ്കിൽ തുടർ വിദ്യാഭ്യാസം, ഇതൊക്കെ അന്തർഭവിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ചിലപ്പോൾ വെളിനാടിലേക്ക് പഠിക്കാൻ പോകാനുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും, ഡിഗ്രി ആയിരിക്കും അവർ കിട്ടാനുള്ളത്. അപ്പോൾ അതൊക്കെ 500 എണ്ണമേ ഉള്ളൂ എന്ന് എത്ര ലാഘവത്തോടെയാണ് ഇവരൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് എന്ന് ഞാൻ അറിയാതെ ആലോചിച്ചു പോയി. ഒഡീഷയിൽ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥിനിയെ രാഷ്ട്രപതി സന്ദർശിച്ചു. 90% പൊള്ളലേറ്റ് ബാലസോറിൽ ചികിത്സയിലാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥിനി. അധ്യാപകനെതിരെ നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതി പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. वहाँ पे गए और रिलेटिव उनसे बात करे और उनका क्या कंडीशन है उन्होंने पूछा और जो बेस्ट ट्रीटमेंट हो सके उन्होंने बोला. तो वी आर गिविंग बेस्ट ट्रीटमेंट, पॉसिबल ट्रीटमेंट. जब भी एडवांस टेक्नोलॉजी है हमारे पास, हम ट्रीटमेंट कर रहे हैं. तो कंडीशन पूछा उन्होंने, तो हमने कंडीशन बताया जो ये नहीं, उन्होंने पूछा, हमने बताया क्या क्या ट्रीटमेंट चल रहा है. तो डिस्कशन हुई, बस इतना ही है. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ CEO സംസാരിക്കുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി വിനീത വിജയ് ചേരുകയാണ്. വിനീത, വളരെ അപൂർവമായൊരു സന്ദർശനമായിരുന്നല്ലോ ഇത്. എന്തായിരുന്നു ഈ സന്ദർശനത്തിന് കാരണമായത്? തീർച്ചയായും SK സൂചിപ്പിച്ചതുപോലെ അപൂർവം തന്നെയാണ് ഇത്തരത്തിലേക്കൊരു സന്ദർശനം. അതിൽ ഇന്ന് വൈകിട്ട് ഭുവനേശ്വറിലെ എയിംസിൽ ഒരു കോൺവക്കേഷൻ പരിപാടിയുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് കൂടി വേണ്ടിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് അതേ ആശുപത്രിയിൽ എയിംസിൽ തന്നെ ചികിത്സയിൽ കഴിയുന്ന ഈ പെൺകുട്ടിയെയും ഒപ്പം തന്നെ പെൺകുട്ടിയുടെ കുടുംബത്തെയും രാഷ്ട്രപതി നേരിൽ കണ്ടത്. ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. സഹോദരൻ പറയുന്നത് തന്നോട് സംസാരിക്കുമ്പോൾ രാഷ്ട്രപതി വളരെയധികം വികാരധീരരായി പോയൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ ചികിത്സ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രപതി ചോദിച്ചറിഞ്ഞു. ഒപ്പം തന്നെ പെൺകുട്ടിക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഈ എയിംസിലെ CEO ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മൾ ആ പ്രതികരണത്തിൽ കേട്ടതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മികച്ച ചികിത്സ തന്നെയാണ് ആശുപത്രി അധികൃതർ നൽകുന്നത്. ഈ ആശുപത്രി അധികൃതർ നൽകുന്ന ചികിത്സയിൽ ഉറപ്പായും വിശ്വസിക്കണമെന്നും കൃത്യമായിട്ടുള്ള എല്ലാ മെഡിക്കൽ സംവിധാനവും ആ പെൺകുട്ടിക്ക് വേണ്ടി ഉറപ്പാക്കണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപതിയും ഒഡീഷ സ്വദേശി തന്നെയാണ്. അവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയപ്പോഴായിരുന്നു ഈ ആശുപത്രിയിൽ 90% പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഈ പെൺകുട്ടിയും ഒപ്പം തന്നെ പെൺകുട്ടിയുടെ കുടുംബത്തെയും രാഷ്ട്രപതി നേരിൽ കണ്ട് സ്ഥിതിഗതികളൊക്കെ തന്നെ തിരക്കിയത്. SK കഴിഞ്ഞ ദിവസമാണ് ഈ ബാലസോറിലെ ഈ കോളേജ് ക്യാമ്പസിനുള്ളിൽ വെച്ച ഈ പെൺകുട്ടി തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അതിന് കാരണം ഈ കോളേജിലെ തന്നെ ഒരു അധ്യാപകൻ ആ പെൺകുട്ടിയുടെ നേരെ ലൈംഗിക അധിക്ഷേപത്തോടെ സംസാരിച്ചുവെന്നും അതിൽ പരാതി നൽകിയിട്ടും ഈ കോളേജിലെ പ്രിൻസിപ്പൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചില്ലെന്നും ഒരു വലിയ പ്രതിഷേധം ആ കോളേജിൽ മറ്റ് വിദ്യാർത്ഥികളടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തിനിടെയാണ് ആ പെൺകുട്ടി കോളേജ് ക്യാമ്പസിൽ വെച്ച് തന്നെ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. 90% പൊള്ളലേറ്റ പെൺകുട്ടി ഇപ്പോൾ എയിംസിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ പെൺകുട്ടിക്ക് മികച്ച ചികിത്സാ സംവിധാനങ്ങൾ തന്നെയാണ് നൽകുന്നതെന്ന് ആശുപത്രി അധികൃതരും അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു അവിടെ എത്തി ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ നേരിട്ട് കണ്ട് അവർക്ക് ആശ്വാസമേകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഉറപ്പാക്കണമെന്ന് ആശുപത്രി അധികൃതർക്ക് രാഷ്ട്രപതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു വിനീത വിജയ്. കീം പരീക്ഷാ ഫലത്തിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസ് PS നരസിംഹയുടെ ബെഞ്ചിലാണ് ഈ കേസുകൾ വരുന്നത്. CBSE വിദ്യാർത്ഥികൾ നൽകിയ തടസ്സ ഹർജി നാളെ തന്നെ പരിഗണിക്കും. അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. പറയാ അച്യുതൻ. SK, ഇന്നലെയാണ് വിദ്യാർത്ഥികൾ ഡൽഹിയിലെത്തി, കേരള സിലബസ് വിദ്യാർത്ഥികൾ ഡൽഹിയിലെത്തിയതും ഈ ഹർജി ഫയൽ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതും അത് ഫയൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നാളെ മെൻഷൻ ചെയ്യുമെന്നായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നാളെ ഹർജികൾ പരിഗണിക്കാനായി ഒരുങ്ങുകയാണ്.
ജസ്റ്റിസ് PS നരസിംഹയുടെ ബെഞ്ചായിരിക്കും കേരള സിലബസ് വിദ്യാർത്ഥികൾ കീം പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജികൾ പരിഗണിക്കുക. ഒപ്പം തന്നെ CBSE ഒരു തടസ്സ ഹർജിയും ഇന്ന് നൽകിയിട്ടുണ്ട്. അതായത് അവരുടെ വാദം കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ തടസ്സ ഹർജിയും സുപ്രീം കോടതി പരിഗണിക്കും എന്നതാണ്. ഈ മാസം 1-ന് പ്രസിദ്ധീകരിച്ച കീം റാങ്ക് ലിസ്റ്റ് അത് റദ്ദാക്കുന്ന ഒരു തീരുമാനമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതോടുകൂടി പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നെങ്കിലും നിരവധി കേരള സിലബസ് വിദ്യാർത്ഥികൾ റാങ്ക് പട്ടികയിൽ പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടെയാണ് പരമോന്നത കോടതിയെ സമീപിച്ചുകൊണ്ട് ഒരു നിയമ പോരാട്ടം നടത്താനായി വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. മൗലികാവകാശത്തിന്റെ ലംഘനം എന്നാണ് ഈ ഹർജിയിൽ പറയുന്നത്. അല്ലെങ്കിൽ നീതീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാർക്കുമായി ബന്ധപ്പെട്ട ഒരു ഏകീകരണ സംവിധാനം ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തണം എന്നുകൂടി ഹർജിയിൽ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ നാളെ PS നരസിംഹയുടെ ബെഞ്ച് ഈ ഹർജികൾ പരിഗണിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ കേൾക്കും. SKN. ഓക്കെ, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരള സിലബസിൽ പരീക്ഷ എഴുതിയ കുട്ടികളുടെ ഒരുപാട് റാങ്ക് പിറകിൽ പോയി എന്ന അഭിപ്രായമുണ്ട്. അതേസമയം തങ്ങൾ കിട്ടിയ റാങ്കിൽ നഷ്ടപ്പെടാതിരിക്കാനാണ് CBSE സിലബസിൽ എഴുതിയ കുട്ടികളും സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. അതിൻ്റെ തീരുമാനം എത്രയും പെട്ടെന്ന് കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളത് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നീന പറയുന്നു, രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ചിട്ടുള്ള വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തപ്പോൾ നീന പറയുകയാണ്, ആ വിദ്യാർത്ഥി അങ്ങനെ ചെയ്യണമെങ്കിൽ, അതായത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച കാര്യമാണ്, എത്ര മാനസിക സമ്മർദ്ദം ഉണ്ടായിക്കാണും. എന്തായാലും അതായത് ഒരു അധ്യാപകനെ കുറിച്ച് ഒരു വിദ്യാർത്ഥിനി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പരാതി എന്തുകൊണ്ട് സ്വീകരിച്ചില്ല അധികാരികൾ എന്നുള്ളതൊരു കടുത്ത ചോദ്യം തന്നെയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ പോലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ അധ്യാപക സംഘടനകൾക്കൊക്കെ അറിയാം. കോഴിക്കോട് കുറ്റിച്ചിറ കുളത്തിൽ സുരക്ഷാ സംവിധാനമില്ല എന്ന ആരോപണത്തിൽ കോഴിക്കോട് മേയർ ഡോക്ടർ മീന ഫിലിപ്പ് ഇടപെട്ടു. കുളത്തിൽ ഉടൻ സുരക്ഷാ സംവിധാനം ഒരുക്കുമെന്ന് മേയർ 24-നോട് പറഞ്ഞു. കുളത്തിലെത്തിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ച പശ്ചാത്തലത്തിൽ മേയർ ഇടപെടുകയായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ കുളം ഇന്നത്തെ കാണുന്ന ഇത്ര മനോഹരമാക്കുന്നതിന് മുൻപ് പഴയ കുളത്തിൽ നമ്മൾ കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചിരുന്നു. അന്നൊന്നും നമുക്ക് അങ്ങനെ ഒരു കാര്യം തോന്നിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. എനിക്കും അത് കേട്ട ഉടനെ സങ്കടം തോന്നി. കാരണം അവിടെ നന്നായി നീന്തുന്ന ആൾക്കാരൊക്കെ നീന്തുണ്ടായിരുന്നു. ഈ കുട്ടിക്ക് നന്നായി നീന്തൽ അറിയായിരുന്നു. ഇതൊരു കാര്യമായി എടുത്തുകൊണ്ട് നമ്മൾ എല്ലാ സൈഡിൽ പിടിക്കാനുള്ള ഇരുമ്പിൻ്റെ ചെയിൻ പോലത്തെ ഒരു സാധനം ഇടും. അത് സൈഡിൽ വെക്കുകയും അത് വിദഗ്ധമായിട്ട് നമ്മുടെ സ്പോർട്സ് കൗൺസിൽ അവരെ കൊണ്ട് 2 കയറ് പോലത്തെ ഒരു സാധനങ്ങളായിരുന്നു നടുക്ക് വലിച്ചു കെട്ടിക്കൊണ്ട് ആർക്കും ഇനി ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് കോർപ്പറേഷന്റെ തീരുമാനം. ഡോക്ടർ ബീന ഫിലിപ്പ് സംസാരിക്കുകയായിരുന്നു. ഇനി കോഴിക്കോട് നിന്ന് മിഥില ബാലൻ നമുക്കൊപ്പം ചേരുന്നു. മിഥില, യഥാർത്ഥത്തിൽ ഈ വാർത്തയിൽ ഇടപെടുകയായിരുന്നു കോഴിക്കോട് മേയർ. തീർച്ചയായും SKN ഇടപെടുക തന്നെയായിരുന്നു കോർപ്പറേഷൻ മേയർ. കാരണം ഇന്നലെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയ സമയത്ത് ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് DTPCയുടെ നേതൃത്വത്തിൽ ഈ കുളത്തിന്റെ നവീകരണം നടത്തി. പക്ഷേ മേൽനോട്ട ചുമതല കോഴിക്കോട് കോർപ്പറേഷനാണ്. സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ ഒരുക്കിയിട്ടില്ല. അപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ അവർ അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മേയർ ബീന ഫിലിപ്പിന്റെ അടുത്ത് പ്രതികരണം ആരാഞ്ഞത്. ആ സമയത്താണ് ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് മേയർ പറഞ്ഞത്. മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഈ കുളത്തിൽ ഒരുക്കാനുള്ള നടപടി ആരംഭിക്കുമെന്ന് മേയർ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് 17 വയസ്സുള്ള ഒരു കുട്ടി നന്നായി നീന്തലറിയാം. മേയർ പറഞ്ഞതുപോലെ തന്നെ നന്നായി നീന്തലറിയാവുന്ന ഒരു കുട്ടിയാണ്. നീന്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കുളത്തിൽ മുങ്ങിപ്പോയത്. ഈ കുളത്തിൻ്റെ 2 വശങ്ങളിലും നീന്തി എത്തുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ മറ്റും ഒരു സംവിധാനവും അവിടെയില്ല. അതിനാണ് പ്രഥമ പരിഗണന എന്ന് പറയുന്നു. ഇത്തരത്തിൽ ചെയിൻ ഹോൾഡറുകൾ അവിടെ വെക്കും എന്നാണ് മേയർ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇന്നലെ ഈ വിദ്യാർത്ഥി നീന്തുന്ന സമയത്ത് മുങ്ങിപ്പോവുകയായിരുന്നു. ആ മുങ്ങിപ്പോകുന്ന സമയത്ത് ഒന്നും പിടിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സ്പോർട്സ് കൗൺസിലുമായി ചേർന്ന് ഇത്തരത്തിൽ അവിടെ കയർ കെട്ടുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ നീന്തുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിൽ എന്തിലെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുക എന്നത്, അതിനാണ് ഇത്തരത്തിൽ കയറോ മറ്റെന്തെങ്കിലും സംവിധാനം അവിടെ ചെയ്യാൻ പറ്റുമോ എന്നത് സ്പോർട്സ് കൗൺസിലുമായി കൂടി ചേർന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറഞ്ഞത്. എന്തുതന്നെയാലും വളരെ വേഗത്തിൽ ഈ വിഷയത്തിൽ ഇടപെടും അല്ലെങ്കിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കും എന്ന ഒരു ഉറപ്പ് തന്നെയാണ് മേയർ ബീന ഫിലിപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. SKN. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. സംസ്ഥാനത്ത് വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും വില കുതിച്ചുയരുകയാണ്. നാളികേര ഉൽപ്പാദനത്തിനുണ്ടായ ഇടിവും കരിക്കിനുണ്ടായ അധിക ഡിമാൻഡുമാണ് ഈ വില ഇങ്ങനെ ഉയരാൻ കാരണമെന്നാണ് ഈ നാളികേര രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധർ പറയുന്നത്. നാളികേര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചെന്ന് നാളികേര വികസന ബോർഡ് ഡയറക്ടർ 24-നോട് പറഞ്ഞു. ഈ നാളികേരത്തിൻ്റെ വില ഓണം അടുക്കുമ്പോഴേക്കും ഈ വെളിച്ചെണ്ണയുടെ വില ഏതാണ്ട് 600 രൂപ വരെ എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് രഹസ്യമായി ചില വ്യാപാരികൾ ഇപ്പോൾ പറയുന്നുണ്ട്.
നാളികേരത്തിന്റെ നാട്ടിൽ പൊള്ളുന്ന വിലയാണ് വെളിച്ചെണ്ണയ്ക്കും നാളികേരത്തിനും. 1 കിലോ നാളികേരത്തിന് നിലവിൽ 90 രൂപയാണ് വില. ഇരട്ടി വിലയൊക്കെ കൂടുതലാണല്ലോ വെളിച്ചെണ്ണയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് സാധനങ്ങൾക്ക് വില കൂടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. 180 രൂപ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ ഇപ്പൊ 420, 430 ആയിട്ടുണ്ട്. 600 വരെ ആവുമെന്ന് പറയപ്പെടുന്നു. കേരളത്തിൽ 2021-22 ഹെക്ടറിൽ 7412 തേങ്ങയായിരുന്നു ശരാശരി ഉൽപ്പാദിപ്പിച്ചത്. തെങ്ങിനെ ബാധിക്കുന്ന രോഗങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഉൽപ്പാദനം 20% വരെ കുറഞ്ഞു. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കരിക്കിന് ഡിമാൻഡ് വർദ്ധിച്ചതും വില ഉയരാൻ കാരണമായെന്ന് നാളികേര വികസന ബോർഡ് ഡയറക്ടർ 24നോട്. ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള രോഗങ്ങളും കീടങ്ങളും വളരെ കൂടിയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെയുള്ള കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിൽ നിന്ന്, അതായത് തമിഴ്നാട്, കർണാടകം പോലുള്ള സ്ഥലങ്ങളിൽ ഏകദേശം 20% ഈ വെള്ളീച്ച പോലുള്ള പ്രാണികൾ, അത് ഇൻവെസിവ് ആയിരുന്നു. അതിനെക്കൊണ്ട് ഉൽപ്പാദനം വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. ഓണവിപണിയിൽ സർക്കാർ ഇടപെടൽ അനിവാര്യമാണ്. ഭാവിയിൽ നാളികേരത്തിന്റെ ഉൽപ്പാദനം കൂട്ടുക മാത്രമാണ് വിലവർധന തടയാനുള്ള പോംവഴി. ഇതിനായി 16 പദ്ധതികളാണ് നാളികേര വികസന ബോർഡ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ കൊപ്രയുടെ ലഭ്യതയാണ് കുറവുള്ളത്. പക്ഷെ നാളികേരം തിരിച്ച് വിപണിയിൽ വരാൻ തുടങ്ങി. പിന്നെ കഴിഞ്ഞ വർഷം നമുക്ക് കാലാവസ്ഥ വളരെ അനുകൂലമായിരുന്നു. കാരണം നമുക്ക് നല്ലോണം മഴ കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് ഉൽപ്പാദനം കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരിക്കുമെന്നാണ് കാണുന്നത്. ജനുവരിയോടെ പ്രതിസന്ധിക്ക് പരിഹാരം ആയേക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അടുക്കള ബജറ്റ് താളം തെറ്റിക്കുന്ന വിധത്തിൽ റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ് വെളിച്ചെണ്ണയുടെ വില. ഓണം എത്തുന്നതിനു മുന്നേ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് അടുക്കള ഭരിക്കുന്നവരുടെയും വ്യാപാരികളുടെയും ആവശ്യം. അനന്തുവിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. എന്തായാലും വെളിച്ചെണ്ണ നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇനി വെളിച്ചെണ്ണയ്ക്ക് പകരം മറ്റെന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ വീട്ടമ്മമാരെ അല്ലെങ്കിൽ വീട്ടച്ഛന്മാരെയൊക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നം തന്നെയായി മാറുകയാണ്. പ്രൈം ടൈം തുടരുകയാണ്. പുകയില ഉൽപ്പന്നങ്ങൾക്ക് സമാനമായി എണ്ണ, മധുര പലഹാരങ്ങൾക്ക് പൊതു ഇടങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ വരാൻ പോകുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെതാണ് ഈ നിർദ്ദേശം. ലഘുഭക്ഷണങ്ങളിൽ അടങ്ങിയിരുന്ന എണ്ണയും കൊഴുപ്പും പഞ്ചസാരയും സംബന്ധിച്ച് വിവരങ്ങൾ ഉൾപ്പെടുത്തുന്ന ബോർഡുകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. അതായത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ലഡു കൊടുക്കുന്നിടത്തൊക്കെ വിൽക്കുന്നിടത്ത് തന്നെ എഴുതി വെക്കേണ്ടി വരും, ആരോഗ്യത്തിൽ ലഡു ഹാനികരം. പുകയില ഉൽപ്പന്നങ്ങൾക്കെതിരായ മുന്നറിയിപ്പ് എന്നതുപോലെ എണ്ണ, മധുര പലഹാരങ്ങളുടെ ദോഷവശങ്ങൾ വ്യക്തമാക്കി മുന്നറിയിപ്പ് നൽകണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ലഘുഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര, എണ്ണ, ഫാറ്റ് എന്നിവയുടെ വിവരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന തരത്തിൽ പോസ്റ്ററിൽ നൽകണം. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, ക്യാന്റീനുകൾ, കഫ്റ്റീരിയകൾ എന്നിവിടങ്ങളിലായിരിക്കും ആദ്യഘട്ടത്തിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക. എന്നാൽ ഇത് നിരോധനമല്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അമിതവണ്ണം കുറച്ച് ആരോഗ്യമായ ജീവിതശൈലിയിലേക്ക് മാറാൻ ജനങ്ങൾക്ക് പ്രചോദനം നൽകുകയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. 2050 ആകുമ്പോഴേക്കും 44.9 കോടിയിലധികം ഇന്ത്യക്കാർ അമിതവണ്ണമുള്ളവരായി മാറുമെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി അമിതവണ്ണം തടയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. തുടർന്ന് മൻ കി ബാത്തിലും ഇക്കാര്യം പ്രധാനമന്ത്രി ആവർത്തിച്ചിരുന്നു. നല്ല സ്വാദൂറുന്ന ജിലേബിയും ചൂടുള്ളതാ ഈ സമൂസയുമൊക്കെ കണ്ടാൽ എങ്ങനെയാണ് കഴിക്കാതിരിക്കുക? എന്നാൽ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നല്ല, കഴിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വിനീത വിജി, 24. മറ്റു ചില വാർത്തകളിലേക്ക്. നിമിഷപ്രിയ കേസിൽ യമനിൽ ഇപ്പോൾ അടിയന്തര യോഗം ചേരുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് അടിയന്തര ചർച്ച ഇപ്പോൾ അവിടെ നടക്കുന്നത്. ദയാധനം സ്വീകരിച്ച് യമൻ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായാൽ പണം നൽകാൻ സന്നദ്ധമാണെന്ന് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ കുടുംബം പ്രതികരിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ മുഖേനയാണ് നോർത്ത് യമൻ ഭരണകൂടവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ബന്ധപ്പെട്ടത്. നിമിഷപ്രിയയുടെ കുടുംബവുമായും അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകിയാൽ വധശിക്ഷയിൽ ഇളവ് ലഭിക്കും. ദയാധനം സ്വീകരിച്ച് മാപ്പ് ലഭിക്കാനുള്ള സാധ്യതയാണ് പണ്ഡിതൻ മുഖേന തേടുന്നത് എന്ന് മർക്കസ് അറിയിച്ചു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തി. വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഉസ്താദിൻ്റെ ചില ബന്ധങ്ങൾ, അവിടെയുള്ള ബന്ധങ്ങളൊക്കെയാണ് കുടുംബത്തിലേക്ക് എത്തുന്നതിനൊക്കെയുള്ള വലിയ സഹായകരമാവുന്ന രീതിയിലേക്ക് ആ ഇടപെടൽ മാറിയിട്ടുണ്ട്. അത് വലിയ ഗുണം ചെയ്യും. നിമിഷപ്രിയയെ സഹായിക്കാൻ തയ്യാറാണെന്ന് സൗദി ജയിലിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കുടുംബവും റഹീം നിയമസഹായ സമിതി ട്രസ്റ്റും വ്യക്തമാക്കി. ഇതുവരെ അങ്ങോട്ട് ആരും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യത്വപരമായി നമ്മളതിനോട് ഒരു പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മളെപ്പോലെ നമ്മൾ റഹീമിനെ പോലെ തന്നെയാണ് നിമിഷപ്രിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്.
നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്തെന്ന് കേന്ദ്ര സർക്കാർ എന്ന് സുപ്രീംകോടതിയിൽ പറഞ്ഞു. വധശിക്ഷ നീട്ടിവെക്കാൻ യമനോട് ആവശ്യപ്പെട്ടുണ്ടെന്നും വിഷയത്തിൽ ഇടപെടാൻ ഒരുപാട് പരിമിതികളുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രത്തിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. വെള്ളിയാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് യമനിലെ പ്രോസിക്യൂട്ടർക്ക് കത്തയച്ചിട്ടുണ്ടെന്ന് കേന്ദ്രത്തിനായി ഹാജരായ അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി സുപ്രീംകോടതിയെ അറിയിച്ചു. ഒരു ഷെയ്ക്ക് വഴിയും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ശ്രമിച്ചു. ദയാധനം സ്വീകരിക്കാൻ തയ്യാറാകാതെ മറ്റ് ചർച്ചകളിൽ കാര്യമില്ലെന്നും ഇതുവരെയും ഒരു ഫലവും ഉണ്ടായിട്ടില്ലെന്നും കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കി. വധശിക്ഷ ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്നും അറ്റോർണി ജനറൽ കോടതിയിൽ ഉറപ്പു നൽകി. ഇന്ത്യൻ സുപ്രീം കോടതിക്ക് യമനിലെ കേസിനകത്ത് ഇടപെടുന്നതിന് നിയമപരമായിട്ടുള്ള പരിമിതികളുണ്ട്. ഈ കോടതിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ മേലെ പ്രഷറൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഭാഗമായി സുപ്രീം കോടതി ഇന്ന് ഈ കേസ് തീർപ്പാക്കിയില്ല അല്ലെങ്കിൽ തള്ളിയില്ല. ഇന്ന് കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിമിഷപ്രിയയെ രക്ഷിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ. 16-ാം തീയതി എന്ന് തീരുമാനിച്ചിരിക്കുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷാ തീയതി മാറ്റാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് സുപ്രീം കോടതി മുമ്പാകെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. സ്വാഭാവികമായും അത്തരത്തിൽ 16-ാം തീയതി എന്നുള്ള തീയതി മാറ്റി കിട്ടുകയാണെങ്കിൽ കൂടുതൽ സമയം ലഭിക്കുകയും നമുക്ക് ഈ പറയുന്ന വിക്ടിമിൻ്റെ കുടുംബവുമായി തലാലിൻ്റെ കുടുംബവുമായി ചർച്ചകൾ നടത്താൻ വേണ്ടിയുള്ള കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. വിഷയത്തിലെടുത്ത നടപടികൾ സംബന്ധിച്ച് കേന്ദ്രത്തോട് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് കേസ് വരുന്ന വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് അറിയിച്ചു. മിഡിൽ ഈസ്റ്റിന്റെ ചുമതലയുള്ള അണ്ടർ സെക്രട്ടറിയും കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിലെത്തി. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തോട് അനുകൂലമായ പ്രതികരണം യമൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കേന്ദ്ര സർക്കാരിനും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനും ഉള്ളത്. സുപ്രീം കോടതിയിൽ നിന്നും ബൽറാം നെടുങ്ങാടി, 24. പ്രൈം ടൈം തുടരുകയാണ്. പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. പന്തളത്ത് 11 വയസ്സുകാരി മരിച്ചത് പേ വിഷബാധ മൂലമല്ലെന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ ഫലം വന്നു. ഹന്ന ഫാത്തിമയ്ക്ക് പൂച്ചയുടെ നഖം കൊണ്ട് മുറിവേറ്റിരുന്നു. പ്രതിരോധ വാക്സിൻ എടുത്തതുമൂലമുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളാണ് മരണകാരണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഹന്ന ഫാത്തിമ മരിച്ചത്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ജയശങ്കർ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് SKN ഈ ഹന്ന ഫാത്തിമയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് രക്ത സാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഈ പരിശോധനാ ഫലത്തിലാണ് ഇപ്പോൾ എന്തായാലും ഈ മരണകാരണം പേവിഷബാധയല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് ലഭിച്ചിരുന്നത്. ഹന്ന ഫാത്തിമയെ വളർത്തുപൂച്ചയുടെ നഖം കൊണ്ട് മുറിവേറ്റ രീതിയിൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് പ്രതിരോധ വാക്സിനുകളും നൽകി 2 ഡോസ് കുത്തിവയ്പ്പാണ് സ്വീകരിച്ചത്. ഇതിന് പിന്നാലെ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഈ മരണത്തിലേക്ക് ഇതുമൂലം ശാരീരിക ബുദ്ധിമുട്ടുകളാണ് ഈ വാക്സിൻ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട ശാരീരിക ബുദ്ധിമുട്ടുകളാണ് ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് നിലവിൽ ആരോഗ്യ വകുപ്പ് പറയുന്നത്. ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് ശരീരത്തിൽ പ്രവർത്തിച്ചപ്പോൾ അത് മറ്റ് അവയവങ്ങളെ ഉൾപ്പെടെ ബാധിച്ചു. ഇതാണ് മരണകാരണമെന്നാണ്. എന്തായാലും പേവിഷബാധ ഇല്ല എന്ന് ആരോഗ്യ വകുപ്പ് നിലവിൽ സ്ഥിരീകരിക്കുകയാണ്. ഈ പെൺകുട്ടി മരിച്ചതിന് ശേഷം ഉൾപ്പെടെ പൂച്ച വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടുകാർ ഉൾപ്പെടെ അത്തരത്തിൽ അസ്വാഭാവികതയൊന്നും പറയുകയും ചെയ്തില്ല. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇരിക്കുകയായിരുന്നു മരണം. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായി പരിശോധന ഫലം ഉൾപ്പെടെ ലഭിക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും പരിശോധനാ ഫലം ആശ്വാസം നൽകുന്നതാണ്. വളർത്തുപൂച്ചയ്ക്ക് നിന്ന് ഏറ്റ ഇതിൽ പേവിഷബാധ ഇല്ല, പേവിഷബാധയല്ല മരണകാരണം. വാക്സിനും എടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമെന്നാണ് നിലവിൽ ആരോഗ്യവകുപ്പ് പറയുന്നത്. ഈ വാക്സിൻ ശരീരത്തിൽ പ്രവർത്തിച്ചപ്പോൾ അത് മറ്റു അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ശരി, AV ജയശങ്കറാണ് വിവരം നൽകിയത്. നിപ്പയിൽ സംസ്ഥാനത്ത് 609 പേർ സമ്പർക്ക പട്ടികയിലെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം. പാലക്കാട്ടെ നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ ഒരാളുടെ ഫലം ഇപ്പോൾ നെഗറ്റീവായിട്ടുണ്ട്. മണ്ണാർക്കാട് നഗരസഭ, കാരാക്കുറിശി, കുമരംപുത്തൂർ പഞ്ചായത്ത്, കരിമ്പുഴ പഞ്ചായത്ത് എന്നിവിടങ്ങളിലായി 17 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. പാലക്കാട് നിപ്പ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ 112 പേരുണ്ട്. ഇവരുടെ CCTV ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച റൂട്ട് മാപ്പ് തയ്യാറാക്കി. കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ച പ്രദേശത്ത് ഫീൽഡ് തല പ്രവർത്തനങ്ങളും ഫീവർ സർവൈലൻസും ശക്തമാക്കി. ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ ടീം സ്ഥലം സന്ദർശിച്ചു. വിവിധ ജില്ലകളിലായി നിപ സമ്പർക്ക പട്ടികയിൽ ആകെ 609 പേരാണുള്ളത്. അതിൽ 112 പേർ പാലക്കാട് നിപ സ്ഥിരീകരിച്ച രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണ്. മലപ്പുറം ജില്ലയിൽ 207 പേരും പാലക്കാട് 286 പേരും
കോഴിക്കോട് 114 പേരും എറണാകുളത്ത് 2 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 8 പേർ ICUവിൽ ചികിത്സയിലാണ്. ജില്ലയിൽ ഇതുവരെ 72 സാമ്പിളുകൾ നെഗറ്റീവായി. പാലക്കാട് 5 പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്താകെ 38 പേർ ഹൈയസ്റ്റ് റിസ്കിലും 132 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ്. 24 പാലക്കാട്. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു തോൽവിയുടെ കാര്യം കൂടി പറയാനുണ്ട്. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ പൊരുതി ഇന്ത്യ വീണു. ആതിഥേയരുടെ ജയം 22 റൺസിന് 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 170-നാണ് പുറത്തായത്. രവീന്ദ്ര ജഡേജയുടെ ഒറ്റയാൾ പോരാട്ടം പാഴായി. പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലെത്തി. അനിൽ വാസ്തു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേർന്നു. അനിൽ, വല്ലാത്ത പരാജയമായി പോയി. വിജയിക്കുമെന്ന പ്രതീക്ഷയിലിരിക്കെയാണ് പരാജയം ഏറ്റുവാങ്ങിയത്. തീർച്ചയായും വലിയൊരു വിജയം, ഒരു മെമ്മറബിൾ വിന്ന് തന്നെ ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു രാജ്യം ഒന്നടങ്കം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വാലറ്റക്കാർ ഇന്ത്യയെ കൊതിപ്പിച്ചങ്ങ് കടന്നു കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ 112-8 എന്ന തരത്തിൽ ഇന്ത്യ വീണപ്പോൾ ഇന്ത്യയുടെ തോൽവി ആ ഘട്ടത്തിലാണെങ്കിൽ പോലും ഒരു നിരാശയുണ്ടാവില്ല. പക്ഷേ അവസാന ഘട്ടത്തിൽ രവീന്ദ്ര ജഡേജ 2 വാലറ്റക്കാരെ, ജസ്പ്രീത് ബുംറയും പിന്നെ മുഹമ്മദ് സിറാജിനെയും കൂട്ടുപിടിച്ച് വലിയൊരു പ്രതിരോധം, അതിലൂടെ ഇന്ത്യക്ക് ഒരു ചരിത്ര ജയം ലോർഡ്സിൽ സമ്മാനിക്കുമെന്നാണ് കരുതിയത്. 2 വാലറ്റക്കാർ വലിയ പോരാട്ടം, അവരുടെ ദേഹത്തേക്ക് വന്ന പന്തിനെ പോലും പ്രതിരോധിച്ചുകൊണ്ട് പരിക്കേറ്റിട്ട് പോലും പൊരുതി കളിച്ചിട്ടും അവർക്ക് വിജയലക്ഷ്യത്തിലേക്ക് എത്താനായില്ല. ജസ്പ്രീത് ബുംറ 54 പന്താണ് നേരിട്ടതെങ്കിൽ മുഹമ്മദ് സിറാജ് 30-ലധികം പന്ത് നേരിട്ടു. രവീന്ദ്ര ജഡേജയുടെ ഒറ്റയാൾ പോരാട്ടവും കണ്ട മത്സരമാണ്. അദ്ദേഹവും അർദ്ധ സെഞ്ചുറിയോടെ അവസാനം വരെ ശ്രമിച്ചതാണ്. പക്ഷേ അവസാന നിമിഷത്തിൽ മുഹമ്മദ് സിറാജ് ഒരു പന്ത് ഡിഫെൻഡ് ചെയ്ത് ഇട്ടെങ്കിൽ പോലും ആ പന്ത് ഉരുണ്ട് വന്ന സ്റ്റമ്പിൽ തട്ടി. അങ്ങനെ ഇന്ത്യക്കൊരു വലിയ നിരാശ. ഇന്ത്യക്ക് സമീപകാലത്ത് ഒക്കെ തന്നെ ഇന്ത്യക്ക് ഒരു വലിയ നേട്ടങ്ങളുടെ കഴിഞ്ഞ മത്സരത്തിലൊക്കെ തന്നെ ഒരു ചരിത്ര ജയത്തിൻ്റെ തിളക്കത്തിലായിരുന്നു ഇന്ത്യക്ക്. എന്നെന്നും ഒരു നിരാശപ്പെടുന്ന തരത്തിലുള്ള ഒരു പരാജയമായി പോയി ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ പരമ്പരയിൽ ഇപ്പോൾ ഇംഗ്ലണ്ട് ഈ 22 റൺസ് ജയത്തോടുകൂടി 2-1 മുന്നിലെത്തിയിരിക്കുകയാണ്. 5 മത്സര പരമ്പരയാണ്. ഇന്ത്യക്ക് ഈ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ 2 ഘട്ടത്തിലും എറിഞ്ഞിട്ടിട്ടും ഇന്ത്യയുടെ ബാറ്റർമാർ, ആദ്യ 2 മത്സരങ്ങളിലും തിളങ്ങിയ ബാറ്റർമാരുടെ മോശം പ്രകടനമാണ് ഇന്ത്യക്ക് ഈ മത്സരത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിയായത്. പ്രത്യേകിച്ച് ടോപ്പ് ഓർഡേഴ്സ് ശുഭ്മാൻ ഗില്ലിൻ്റെ ഒക്കെ തന്നെ ആദ്യ മത്സരങ്ങളിലെ ഗംഭീര പ്രകടനം ഈ മത്സരത്തിൽ ആവർത്തിക്കാനാവാത്തതും ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി. എന്തായാലും അടുത്ത മത്സരത്തിൽ ഇന്ത്യ ശക്തമായി തിരിച്ചു വരികയും ഇന്ത്യക്ക് പരമ്പരയിൽ ഒപ്പം എത്തുമെന്നും കരുതാം നമുക്ക്. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്. എന്തായാലും ഈ പരാജയം പ്രതീക്ഷിച്ചതല്ല. പക്ഷേ പരാജയം എന്നാൽ അംഗീകരിക്കല്ലാതെ മറ്റു നിവൃത്തിയില്ലതാനും. ചരിത്രം കുറിച്ച് ശുഭാംശു ശുക്ലയും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. ഇന്ന് വൈകുന്നേരം 4:45 4-അംഗ സംഘത്തെയും വഹിച്ചുകൊണ്ട് ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്യപ്പെട്ടത്. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ കാലിഫോർണിയൻ തീരത്ത് പസഫിക് സമുദ്രത്തിൽ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്യും. 18 ദിവസം അഥവാ 433 മണിക്കൂർ, ഭൂമിക്ക് ചുറ്റും 288 തവണ പ്രദക്ഷിണം. ഇവ പൂർത്തിയാക്കിയാണ് ആക്സിയം 4 ദൗത്യസംഘം ഭൂമിയിലേക്ക് മടങ്ങിയത്. ബഹിരാകാശ നിലയത്തിലെ ദൗത്യം പൂർത്തിയാക്കി വൈകിട്ട് 4:45 ശുഭാംശു ശുക്ലയും സംഘവും മടക്കയാത്ര തുടങ്ങിയത്. നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് 10 മിനിറ്റ് വൈകിയാണ് പേടകം അൺഡോക്ക് ചെയ്തത്. അൺഡോക്കിങ്ങിന് 2.5 മണിക്കൂർ മുൻപ് തന്നെ മിഷൻ കമാൻഡർ പെഗ്ഗി വിറ്റ്സണും മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ സ്ലവോഷ് ഉസ്നാസ്കിയും ടിബോർ കാപ്പും മിഷൻ പൈലറ്റ് ശുഭാംശുവും പേടകത്തിൽ പ്രവേശിക്കുകയും പിന്നാലെ ഹാച്ച് അടക്കുകയും ചെയ്തു. 22 മണിക്കൂർ ദൈർഘ്യമുള്ള നീണ്ട യാത്രയിലാണ് നിലവിൽ ആക്സിയം 4 ദൗത്യസംഘം. ഭാവി ബഹിരാകാശ യാത്രകൾക്കും ഗവേഷണങ്ങൾക്കും മുതൽക്കൂട്ടാകുന്ന 60 ശാസ്ത്ര പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാണ് സംഘം മടങ്ങിയത്. 31 രാജ്യങ്ങൾ നിർദ്ദേശിച്ച പരീക്ഷണങ്ങളാണ് 4 പേർ ചേർന്ന് പൂർത്തീകരിച്ചത്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യക്കും പോളണ്ടിനും ഹംഗറിക്കും ആക്സിയം 4 ദൗത്യം പുതിയ ദിശാസൂചികയാണ് സമ്മാനിച്ചത്. 4 ദശാബ്ദത്തിന് ശേഷമാണ് 3 രാജ്യങ്ങളും ബഹിരാകാശത്തേക്ക് ആളെ അയച്ചത്. അതോടൊപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഈ രാജ്യങ്ങൾ സാന്നിധ്യമറിയിച്ചത് ആദ്യമായാണ്. പല മേഖലകൾക്കും ഫലപ്രദമാകുന്ന ശാസ്ത്ര വിവരങ്ങളുമായാണ് സംഘം തിരിച്ചെത്തുന്നത്. വിവിധ രാജ്യങ്ങളും ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളും സഹകരിച്ച് നടത്തിയ ദൗത്യമെന്ന പ്രത്യേകതയും ആക്സിയം 4-നുണ്ട്. രാഷ്ട്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ദൂരം താണ്ടാൻ കഴിയും എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറുകയാണ് ഈ ദൗത്യം. സയൻസ് ഡെസ്ക് 24. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.